لأجاريهم قلدت ظاهر ما فيهم فبدوت شخصا آخر كي أتفاخر وظننت أنا أني കൊടന്റെ പാട്ട് എങ്ങനെയാ? അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ നോമ്പ് 17 അവധികളാണെന്ന ദിവസമൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടായിക്കാണ്ട് നേരത്തെ കാലത്ത് പള്ളിക്കൽ എത്തിച്ചാളെ പരിപാടിയിലാട്ടോ. നമ്മൾ ചായ കുടിച്ചാളെ കടിയൊക്കെ അവിടെ അങ്ങോട്ട് എത്തും, നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും. പക്ഷേ നമ്മളിത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക. കൊടുക്കുന്നവരും കൊടുക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ കാലമൊക്കെ നമ്മൾ കൊടുത്തിട്ട് പിന്നെന്താ വെച്ചാൽ അധിക ആണ്ടുകൾക്കും ബിരിയാണി ആയിരിക്കും കേട്ടോ. അധിക നോമ്പിനും പിന്നെ ആദ്യം ഒക്കെ നല്ല പത്തിരിയും പൊറാട്ടയും ഇറച്ചിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് അധികം ബിരിയാണി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഈ വർഷം ഏതായാലും പത്തിരിയും ഇറച്ചി പൊറാട്ടയൊക്കെയാണ്. അതിപ്പോൾ നമ്മളവിടെ ആദ്യമൊക്കെ നമ്മൾ പള്ളിൻ്റെ അടുത്ത് വെച്ച് കണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പോത്തിനെ അറക്കലും പോത്ത് വരട്ടലും ഒക്കെ കാണാൻ നല്ല രസമാണ്. അതൊക്കെ ചെറുതായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ നോക്കിയാൽ കാണും, നല്ല രസമാണ് ഉണ്ടാക്കിയിട്ട് കാണാൻ. ഇപ്പോൾ അവിടെ വെച്ചിട്ടല്ല, ഇപ്പോൾ നമ്മൾ പിന്നെന്താ ഓഡിറ്റോറിയം നമ്മൾ വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ പള്ളിക്ക് നല്ല ബദറൈത്തൊക്കെ ചെല്ലുന്നു കേട്ടോ. നമുക്ക് ചെല്ലുന്നവർക്കൊക്കെ അതിൻ്റെ കൂടി ചെല്ലുക. പള്ളിയിൽ കുറച്ച് ഉത്സാഹം മൂലകുട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇക്കാര്യത്ര ഉത്സാഹങ്ങളൊക്കെ ചെല്ലുന്നത്. ബദറൈത്തൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. പിന്നെ അസറിന് ശേഷം പിന്നെന്താ മൗലൂദ് ഉണ്ടാവും. നമ്മളെ വീട്ടിൽ നന്നായിട്ട് കേൾക്കൂട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ മൗലൂദ് അല്ല യാസീനും അതൊക്കെ ചെയ്യാം. ഉണ്ടാവും അധികം കോഴി ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. എല്ലായിടത്തും അധികം കോഴി തന്നെ കഴിക്കാറട്ടെ. ബീഫൊന്നും വല്ലാതെ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ പിന്നെ ബീഫ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടീനു. ലൈവ് ഇട്ടപ്പോൾ പിന്നെ കമൻറ്റിൽ ആരൊക്കെ പറയുന്നുണ്ടെന്ന് പത്തിരിങ്ങളാണ്ടല്ലേ, പത്തിരി എന്നാണോ ആണ്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടാകും. അങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഉള്ള സംഭവം ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, മകളുടെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ നമ്മളെല്ലാ വിവരവും അറിയുന്നുണ്ട്. അങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ അറിയുന്നത്. പിന്നെ അപ്പോൾ ആരോ പറയുന്നുണ്ട് അതുപോലെ അവിടെയൊക്കെ പിന്നെ എന്താണ് ഇറച്ചിയൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കലാണെന്ന്. അപ്പം അങ്ങനെ ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് അരി ഇറച്ചി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കൽ. പിന്നെ ചിലർക്ക് തേങ്ങാച്ചോറും പൂളക്കറി ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടേക്കണേ. ഞാൻ കുറേ കാലം മലപ്പുറത്ത് നിന്നിട്ടുണ്ട്, വയറ്റിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അതേമാതിരി പിന്നെന്താ തേങ്ങാച്ചോറും പിന്നെന്താ പൂളക്കറി എന്നല്ല പറയാം, ഇറച്ചിക്കറി എന്നാണ്. ഇറച്ചിക്കറി തന്നെയാണ്, പക്ഷേ ഇറച്ചിൻ്റെ ഒരു കവാട എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അതിൽ ഉണ്ടാവുള്ളൂ. അതിൽ കുറേ പൂളിയും കുറേ ചക്കക്കാലല്ല, ഇപ്പോൾ കുറേ ചക്കക്കുരും പിന്നെ എന്തൊക്കെ അതിലില്ലാത്ത സാധനം സംഘച്ചോള വരെ ഉണ്ടാവും. എന്നാലും അത് വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. അത് നിങ്ങളൊരു വർക്കത്തല്ലേ അല്ലേ? നമുക്കൊരു വിശ്വാസമല്ലേ നമ്മളെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പോലെ ഇറച്ചി പത്തിരിയൊക്കെ നമ്മളെ പള്ളിയിലായാലും നമുക്കൊരു അസുഖം മാറും. അങ്ങനെയൊക്കെ ഓരോ വിശ്വാസമുണ്ട് നമുക്കൊക്കെ അങ്ങനെ കേട്ടോ. അതേമാതിരി പതിരിങ്ങളാണ്ട് നിങ്ങൾക്ക് പൈസ മാർച്ചാക്കുക. പിന്നെ ഇറച്ചിൻ്റെ പൈസ നമുക്ക് തടിക്ക് എന്തെങ്കിലും ഒരു അസുഖം കേട്ടോ, എന്തെങ്കിലുമൊക്കെ മാറാത്ത തടിക്ക് പിന്നെ ഇറച്ചിക്ക് മുറി മാറാത്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ ഇറച്ചിൻ്റെ പൈസ മാർച്ചാക്കും. അപ്പോൾ 1 കിലോ ഇറച്ചിൻ്റെ പൈസ അതിനോടാണെങ്കിൽ 1 കിലോ ഇറച്ചിൻ്റെ പൈസ 313 റുപ്യ അങ്ങനെ മാർച്ചാക്കും. എല്ലാത്തൂര് കൂടുതൽ നേർച്ചയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ വലിയ വിശ്വാസം, നല്ല ഫലം ഉണ്ട് കേട്ടോ. എന്താണ് അപ്പൊ ചൂടാത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ടല്ലേ ഉരുള വരല എനിക്ക്. ഇത് മതിയല്ലോ, ഇത് കൊണ്ടേ കൊടുക്കല്. ഇത് ആൺകുട്ടി ഇജല്ലേ കൊണ്ടേ കൊടുക്കേണ്ടത്. അപ്പൊ ചുടലും ഇജന്നെ പച്ചി പച്ചി വന്നിട്ട് പച്ചി കൂടി കൊണ്ടേ കൊടുക്കേണ്ടിട്ടാ. ഇത് ചൂടാൻ പോവുക. ഇതിനകത്ത് പൊറാട്ട ഇടാൻ വയ്ക്കുക. പള്ളിക്കൽ പൊറാട്ട ഉണ്ടല്ലോ, ഓഡിറ്റോറിയത്തിൽ പൊറാട്ട ഇറച്ചൊക്കെ ഉണ്ടാക്കണ. അത് പോയി വീഡിയോ എടുത്തോ, കുഞ്ഞാക്കുണ്ടാവുമല്ലോ, പോയിക്കോ അല്ലേ? പോയി വീഡിയോ എടുത്തോ, പോത്തന അപ്പണൊക്കെ വീഡിയോ എടുത്തോ. ഇത് കഴിച്ചിട്ട് പോരാ എനിക്ക്.
ഞാൻ ഒന്ന് കൊടുത്താണ് ചെറിയൊരു സംഭവം. ചെറുത് വേറെ വലുത് അറിയാ. അതാക്കിട്ട് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകണ്ട, ആരും പോകണ്ട. പള്ളിയിട്ട് മൗലൂദ് ചെല്ലുമ്പോൾ വേണമെങ്കിലൊക്കെ പോകാം. പിന്നെ പോയാലും പോയില്ലെങ്കിലൊക്കെ എന്താ വെച്ചാൽ പഴയ മൗലൂദ് കൂടി പോരാ. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും നമ്മളെ പൊതി നമ്മളെ വീട്ടിൽ പോലെ എത്തിച്ചു തരും. വണ്ടിയിൽ ഇങ്ങനെ ഓട്ടോയിലൊക്കെ ആയിട്ട് അതിൻ്റെ ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചു തരും കേട്ടോ. നമ്മളെ മഹലിൽ എത്ര പേരാന്നുള്ള കണക്കൊക്കെ ഓരോരുത്തുണ്ടാവുമല്ലോ, അങ്ങനെ എത്തിച്ചു തരും. അത് വലിയൊരു കിട്ടൽ തന്നെയാണ്, നമ്മൾ പോകണ്ടല്ലോ. അപ്പം അതാ 10 രൂപ ഉണ്ടാവും. നേരത്തെ കാലത്ത് തന്നെ എത്തിക്കണം കേട്ടാ. നമ്മളിവിടെ 10 മണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് പരത്തി ചുടണ്ടേ, ചുട്ടിട്ടാണ്ടേ നേരം വന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ തന്നെ എത്തിച്ചാൽ ഒരു പേക്കാക്കുമ്പോൾ തന്നെ പൊറോട്ട ഇറച്ചൊക്കെ പേക്കാക്കുമ്പോൾ തന്നെ നമ്മൾ 10 രൂപ എടുക്കണമല്ലോ. അപ്പോൾ പേക്കാക്കി കഴിഞ്ഞതിന് ശേഷം 10 രൂപ എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നേരത്തെ തന്നെ എത്തണം എന്നൊക്കെ ഒരു അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ വന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാം കുറച്ചേരം അവിടെ ഇപ്പോൾ ആവുമല്ലോ. പാട്ടി പായ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പരത്തി ചുട്ടാൽ മതി കേട്ടോ. അപ്പോൾ മോളും കാത്തിട്ടാണ് പള്ളി കൊണ്ടുപോകാൻ. പല മോഡൽ പത്തിരി ഉണ്ടാവും. ഓരോരോ പാക്കറ്റിൽ പല സൈസ് പത്തിരി കാരണം പല വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പത്തിരി ഉണ്ടാവും. നല്ല നെയ്സ് പത്തിരി ഉണ്ടാവും, പിന്നെ കട്ടിപ്പത്തിരി ഉണ്ടാവും, കുഴ ചെന്നതുണ്ടാവും, കുഴ ചെല്ലാത്തതുണ്ടാവും. പല കുഴക്കലേ നല്ലോണം കഴിച്ച് പള്ളിയിലേക്കല്ലേ ചർച്ചിലാണ് നല്ലോണം കഴിച്ച് നല്ല സോട്ട് നല്ല നൈസാക്കിയാണ്ട് കൊണ്ടുപോകും. നമ്മളൊക്കെ അങ്ങനെ ഒരു വയ്ക്ക് കൊണ്ടുപോകാനാകുമ്പോൾ സൂപ്പറാക്കി ഉണ്ടാക്കും. പിന്നെ നമുക്കുള്ളതല്ലേ വിചാരിച്ചുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ചിലവിൽ പല സൈസ് പത്തിരി ഇക്കാരെന്ന് പറയില്ലേ. നമ്മളിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കോയിൽ വെച്ചുകാണ്ട് 2 തട്ടലാണ് തട്ടിയാൽ നല്ല വലിപ്പമുള്ള പത്തിരി ആവും, നല്ല കനല്ലാത്ത പത്തിരി ആവും കേട്ടോ. അപ്പം നമ്മളെന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ, കമൻറ്റും ചെയ്യട്ടോ. ഓ കോഴിക്കോടിനെ തീറ്റിച്ച് അപ്പജ് മര്യാദക്ക് തിന്നോ. ആ വരുള്ളൂ. Goodbye, see you. മുന്നേ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മധുരങ്ങളെ ആണ്ടങ്ങനെ സാധനങ്ങളൊക്കെ എത്തിയിട്ട് ആസറിൻ്റെ മുന്നേ തന്നെ എത്തി. പത്രിയൊക്കെ അതാ ഇഷ്ടം പോലെ പത്രികളൊക്കെ ഉണ്ട്. ഓരോരുത്തരും കൊടുത്തയച്ച പത്രികളാണ്. പൊറാട്ട ഉണ്ട്, ഇതാ 2-3 പൊറാട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, അതിലൊരു ബീഫും ഉണ്ട് കേട്ടോ. كي أتفاخر وظننت أنا أني